ഇന്ന് ഞാൻ ചൊല്ലുന്ന ഈ ദശകം 4 ബാക്കി ഭാഗമാണ് കേട്ടോ. അസ്ഥിതോഥ മകരാലയേ യഥാ ശേഷവക്തദഹനോഷ്മണാർത്ഥ്യതേ ഈയതേ ഭവതുപാശ്രയസ്തഥാ വേദസപദമദപുരൈവ വാ തത്ര വാ തഥ പദേഥവാ വസൻ പ്രാകൃതപ്രളയമേതി മുക്തദാം സ്വച്ഛയാ ഖലു പുരാമിമുച്ചിതേ സംവിഭബ്യ ജഗദണ്ഡമോജസാ തൽസ്യജക്ഷിതിപയോ മഹാനില ദോഹമപ്രകൃതി സപ്തകാവ്യവൃതി തദ്ദദാത്മകയത വിശ്വസൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ അർച്ചിരാതിഗതി ഇദ്യസീം വൃജൻ വിച്ഛുതിന്ന ഭജതേ ജഗൽപദേ സച്ചിദാത്മക ഭവദ്ഗുണോദയൻ ഇച്ഛരന്തമനിലേശ പാഹി മാം. ഇതിൻ്റെ അർത്ഥം: മഹർലോകത്തിലെത്തുന്ന അവിടുത്തെ ഭക്തർ എപ്പോഴാണോ ആദിശേഷൻ്റെ വ്യക്തത്തിൽ നിന്ന് പുറപ്പെടുന്ന തീയുടെ ചൂടേറ്റ് പീഡനമേൽക്കുന്നത്, അപ്പോഴോ അതിനു മുമ്പ് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ആ ബ്രഹ്മലോകത്തോ വൈകുണ്ഠലോകത്തോ വസിക്കുന്ന ഭക്തർ പ്രകൃതി പ്രളയത്തോടെ മുക്തിയെ പ്രാപിക്കുന്നു. മറ്റൊരു തലത്തിലായാൽ അതിനു മുമ്പ് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം യോഗബലത്താൽ ബ്രഹ്മാണ്ടം പിളർന്ന് മുക്തനായിത്തീരുന്നു. സർവശക്തനായ ഭഗവാനെ ആ യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്വം, മായ എന്നീ 7 ആവരണങ്ങളാൽ സൂക്ഷ്മരൂപമായി പ്രവേശിച്ച് ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആവരണമേയില്ലാത്ത ഭഗവത്പാദത്തെ പ്രാപിക്കുന്നു. അല്ലയോ വിശ്വത്തിൻ്റെ അധിപതിനായ ഭഗവാനെ, ഇപ്രകാരമുള്ള അത്യാദി മാർഗങ്ങളാൽ ഗതിയെ പ്രാപിച്ച് ജീവന് അധപ്പതനമില്ല. സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, അവിടുത്തെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന അടിയനെ രക്ഷിക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ.